പുതിയ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതോടെ രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോയി. ബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷന്റെ ആവശ്യമുണ്ട്. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധനയും നടന്നെന്ന് അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. 2024 ഏപ്രിൽ 10 പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്നും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തെന്നും എഫ്ഐആറിലുണ്ട്. ഗുരുതര കുറ്റകൃത്യങ്ങളാണ് രാഹുലിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ളത്. സുനിൽ ഐസക്കുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. സുനിൽ, മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത്? റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിയമക്കുരുക്കിലേക്കാണ് രാഹുൽ പോകുന്നതെന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം വേണ്ട. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത്. ജാമ്യം നൽകിയാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതിജീവിതമാരെ അപായപ്പെടുത്താൻ പോലുമുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ നിലപാട്, നിർദ്ദേശമൊക്കെ കോടതി അംഗീകരിക്കുന്നു. അതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഇനി ജയിലിലാണ് 14 ദിവസം. അതിനു മുമ്പ് നാളെയോ മറ്റന്നാളോ മറ്റോ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ ആയി കേരളത്തിലേക്ക് എത്തും. അവർ വിദേശത്താണ്. അവർക്ക് നാളെ കേരളത്തിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലേക്ക് എത്തിയാൽ നേരിട്ട് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനവും ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങും. രാഹുലിൻ്റെ കസ്റ്റഡി അപേക്ഷ ഒരുപക്ഷെ ഇന്ന് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിനു മുമ്പ് ജയിലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് രാഹുലിൻ്റെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. DNA പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇതിൽ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് താൻ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ സമയത്ത് നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു. പക്ഷേ താനതിന് സമ്മതിച്ചില്ല. അതിനുശേഷം ഗർഭം അലസിപ്പോകുന്ന സാഹചര്യമുണ്ടായി എന്നാണ് ആ യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും അത്തരം ചില ശാസ്ത്രീയമായ പരിശോധനകൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവരുത്. അത് പോലീസിന് പോലും വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടിയുള്ള ചുവടുവയ്പ്പുകളാണ് ഈ കേസിൽ പോലീസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതി കിട്ടി ഇന്നലെ അറസ്റ്റ് നടക്കുന്നതുവരെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിവരം പോലീസിൽ നിന്ന് പുറത്തേക്ക് പോയില്ല എന്നതാണ് ഏറ്റവും ഈ കേസിൽ ഒരു നിർണായകമാവുന്ന കാര്യം. അതുകൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രി 12:30 പോലീസ് എത്തി വാതിലിൽ മുട്ടും വരെ രാഹുൽ മാങ്കൂട്ടം പോലും ഇങ്ങനൊരു കേസ് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിലൊരു മൊഴിയെടുപ്പും അതിൻ്റെ പ്രാഥമിക അന്വേഷണവും ഒന്നും ഒക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരവും അറിയാതിരുന്നത്. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത അടക്കമുള്ള കാര്യങ്ങളൊന്നും രാഹുൽ അടക്കം ഒരാൾ പോലും അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഈ വാർത്ത പുറത്തു പോയിരുന്നെങ്കിൽ രാഹുൽ കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിൽ മുങ്ങാനുള്ള സാധ്യത അന്വേഷണ സംഘം നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. നേരത്തെ കർണാടകത്തിലെ ചില ഭാഗങ്ങളിലായിരുന്നു രാഹുൽ അവിടെ ഒളിവിൽ താമസിച്ചിരുന്നു. അവിടെ ചില സഹായങ്ങളൊക്കെ രാഹുലിന് കിട്ടിയിരുന്നു എന്നുള്ള പോലീസിന് വളരെയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു കേസാണ് ഇത്. കാരണം രാഹുലിനെ എത്ര കാലം കഴിഞ്ഞിട്ടും പോലീസിനെ പിടിക്കാൻ പറ്റാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ആ സാഹചര്യത്തിൽ തന്നെ പഴുതടച്ചുള്ള പോലീസിന്റെ നീക്കം വളരെ നിർണായകമായിരുന്നു രാഹുലിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് നാളെ ഹൈക്കോടതിയിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷയുമായി നീങ്ങും എന്നുള്ള കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഹൈക്കോടതിയിലേക്ക് നാളെ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ ഏത് തരത്തിലായിരിക്കും കോടതിയുടെ പ്രതികരണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിലവിൽ 2 കേസുകൾ, സമാനമായ കേസുകൾ ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. അതിൽ ഒരു കേസിൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ജാമ്യം നൽകുകയും മറ്റേ കേസിൽ അറസ്റ്റ് 21-ാം തീയതി വരെ തടയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും സമാനമായ തരത്തിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആ കേസിൽ അറസ്റ്റിലാവുകയും ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ വീണ്ടും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഇതെത്തുമ്പോൾ പോലീസ് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും വാദിക്കുക ഈ മുൻകാല ചെയ്തികളും മുൻകാല കണക്കുകളും മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും സമാനമായ കേസുകളുടെ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് തന്നെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് പൊടുന്നനെ തന്നെ ഒരു ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ എന്തായാലും സംശയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ഉണ്ട്. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുക എന്നാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നാളെ ഹർജി സമർപ്പിക്കട്ടെ. അങ്ങനെ സമർപ്പിച്ചാൽ തന്നെ നാളെ അത് പരിഗണിക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. എന്തായാലും അത് ഇനി വരും ദിവസങ്ങളിൽ വരേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം നിയമ നടപടികളിലേക്ക് നിയമ പോരാട്ടങ്ങളിലേക്ക് പോകും എന്ന നിലപാട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളോടും രാഹുൽ വെളിപ്പെടുത്തിയതെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഫോണിൻ്റെ ലോക്ക് തുറന്ന് കൊടുക്കാൻ പോലും സമ്മതിച്ചില്ലെന്നും അന്വേഷണവുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിച്ചില്ലെന്നുമൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് വിശദമായ അന്വേഷണം ആവശ്യമാണ്. വിശദമായ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വീണ്ടും സജീവമായി സോഷ്യൽ മീഡിയയിലും പൊതുവിടത്തുമൊക്കെ വീണ്ടും സജീവമായി വരുന്നതിനിടയിലായിരുന്നു വലിയ തിരിച്ചടി എന്ന നിലയ്ക്ക് ഈ പുതിയ കേസ് ഉണ്ടാകുന്നു. ആ കേസിൽ പോലീസ് തന്ത്രപൂർവ്വം വലവിരിച്ച് രാഹുലിനെ കുടുക്കുകയും ഒക്കെ ചെയ്യുന്നത്.